നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലോകക്കാരെ കാണാം. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ കാണാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തെ കാണാം. സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തെ കാണാം. ദൈവത്തിന്റെ മഹത്വവും തന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും താൻ കണ്ടു. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ, ആർക്കുമില്ലാത്ത കല്ലേറുകൾ, ആരോടുമില്ലാത്ത അസൂയകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യും. 2, ആർക്കും കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിലെ കാഴ്ചകൾ, വെളിപ്പാടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു ലോർഡ്. യോഹന്നാനെ, ആർക്കുമില്ലാത്ത പത്മോസ് എന്തുകൊണ്ട് നിനക്ക്? ആർക്കുമില്ലാത്ത ഏകാന്തത എന്തുകൊണ്ട് നിനക്ക്? പത്രോസിനും യാക്കോബിനും ലൂക്കോസിനും മറ്റ് ശിഷ്യന്മാർക്കും ആർക്കുമില്ലാത്ത, സ്റ്റീഫനില്ലാത്ത, പൗലോസിനില്ലാത്ത, അന്ത്രയോസിനില്ലാത്ത, യാക്കോബിനില്ലാത്ത, മത്തായിക്കില്ലാത്ത, ആർക്കുമില്ലാത്ത പത്മോസ് എന്തുകൊണ്ട് നിനക്ക്? യോഹന്നാന് പറയാൻ കഴിയും, ഞാനതിൽ ആകുലതയുള്ളവനല്ല, ഞാനതിൽ പിറുപിറുക്കുന്നില്ല. ആർക്കുമില്ലാത്ത പത്മോസ് എനിക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത വെളിപ്പാട് കൊണ്ട് എൻ്റെ ദൈവം എന്നെ നിറയ്ക്കുകയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ പീറ്റർ കണ്ടിട്ടില്ല. മാറത്ത് പൊൻകച്ച കെട്ടിയവനെ യാക്കോബ് കണ്ടിട്ടില്ല. വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവനെ മറ്റപ്പോസ്തലന്മാർ ആരും കണ്ടിട്ടില്ല. ആരും കാണാത്ത വെളിപ്പാടുകളുടെ നേർക്കാഴ്ചകളിലേക്ക് എന്നെ ദൈവത്തിന് കയറ്റിവിടാൻ കഴിയണമെങ്കിൽ ആർക്കുമില്ലാത്ത ഈ പത്മോസിന്റെ ഒറ്റപ്പെടൽ എനിക്കുണ്ടായേ പറ്റത്തുള്ളൂ. ഇതാരോടുള്ള സന്ദേശമാണ്.